أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം ജീവിതത്തിൽ യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സമസ്ത മേഖലകളിൽ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽ നിന്നും ഒരു സംഘം ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കടന്നു വരികയാണ്. അവർ അന്നുപയോഗിച്ചിരുന്ന യാത്രാ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, മൃഗങ്ങളെ ഉപയോഗിച്ചു കൊണ്ടാണ് അവർ കടന്നു വന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ അതിലുള്ള ഒരാളൊഴികെ മുഴുവൻ ആളുകളും അതിൽ നിന്നും ഇറങ്ങി, വാഹനത്തിൽ നിന്നും ഇറങ്ങി വാഹനത്തെ സുരക്ഷിതമായി കെട്ടുകയോ യാത്ര ചെയ്ത ക്ഷീണവും ആ മുഷിഞ്ഞ വസ്ത്രവും മാറ്റുകയോ ഒന്നും ചെയ്യാതെ നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയാണ്. എന്നാൽ അശജ് ബിൻ അബ്ദുൽ ഖൈസ് അദ്ദേഹം മുഴുവൻ വാഹനങ്ങളെയും ഒരിടത്ത് ഒതുക്കി കെട്ടി തൻ്റെ വസ്ത്രങ്ങൾ ഒരു കുന്നിൻ പുറത്ത് കയറി മാറ്റി വൃത്തിയായി ശുദ്ധിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു പോകുന്നു. ഇത് കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അശജ് ബിൻ അബ്ദുൽ ഖൈസിനോട് പറയുന്നു, ഇന്ന ഫീക ഖസ്ലതൈൻ, നിങ്ങളിൽ രണ്ട് കാര്യങ്ങളുണ്ട്. യുഹിബ്ബുഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് കാര്യങ്ങളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് കാര്യങ്ങളെ, ആ രണ്ട് ഗുണങ്ങളെ സംബന്ധിച്ച് പറയുന്നു. അൽ ഹിൽമു വൽ അനാത്ത്. ഒന്ന് ഹിൽമാണ്, മറ്റൊന്ന് അനാത്താണ്. ഹിൽമ് എന്നാൽ വിവേകവും അനാത്ത് എന്നാൽ അവധാനതയും ആണ്. ഈ രണ്ട് ഗുണങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളാണ്. അത് രണ്ടും നിന്നിലുണ്ട് എന്ന് അശജ് ബിൻ അബ്ദുൽ ഖൈസിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പുതിയ കാലം പഴയ കാലത്തെ അപേക്ഷിച്ച് വേഗതയേറിയ കാലമാണ്. വേഗത്തിലൂടെയാണ് എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വേഗത്തിൽ എത്തിപ്പെടാനുതകുന്ന യാത്രാ മാർഗങ്ങളും യാത്രാ സംവിധാനങ്ങളും ലോകം കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വേഗത്തിൽ എത്തിപ്പെടാൻ നാമും ആഗ്രഹിക്കുന്നുണ്ട്. വേഗത്തിൽ എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ വാർത്താ മാധ്യമങ്ങൾ അത് പല ഘട്ടങ്ങളും കടന്ന് 5Gയിൽ കടന്ന് അതിൽ നിന്നും മുന്നേറുവാനുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഇങ്ങനെ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകം വേഗതയിൽ സഞ്ചരിച്ചാലും, യാത്രകൾ വേഗത്തിലായാലും, മൊബൈൽ നെറ്റ്വർക്കുകൾ വേഗത്തിലായാലും, വിശ്വാസിയുടെ സ്വഭാവത്തിൽ ഗുണത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണ് അവധാനത. അതായത് എന്തും അറിഞ്ഞും അതുപോലെ മനസ്സിലാക്കിയും സാവകാശം ചെയ്തുകൊണ്ട് ധൃതിയില്ലാതെ വിവേകത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നത് വിശ്വാസിക്കുണ്ടാകേണ്ട ഗുണമാണ്. ആ രണ്ട് ഗുണങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. ഒന്ന് വിവേകമാണ്, മറ്റൊന്ന് അവധാനതയാണ്. പ്രവാചകന്മാരുടെ ചോദ്യങ്ങളുണ്ട് സമൂഹത്തോട്. അലൈസ മിൻകും റജുലുൻ റഷീദ്. വിശുദ്ധ ഖുർആൻ
സൂറത്തുൽ ഹൂദ് 78-ാമത്തെ സൂക്തത്തിൽ ലൂത്ത് അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തോട് ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരു പുരുഷനുമില്ലേ എന്ന് ലൂത്ത് അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് ചോദിക്കുകയാണ്. വിവേകം വിശ്വാസിക്കുണ്ടാകേണ്ട ഒരു വലിയൊരു ഗുണമാണ്. വിവേകം വികാരങ്ങളല്ല, വിവേകങ്ങളാകണം വിശ്വാസികളെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ വിവേകം നമ്മൾ ഉണ്ടാകണം. അതേപോലെ തന്നെ അതിനോട് വിവേകത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് അവധാനത. കാര്യങ്ങൾ അറിഞ്ഞ്, കാര്യങ്ങൾ മനസ്സിലാക്കി, മനസ്സിരുത്തി വിവേകത്തോടുകൂടി സാവകാശത്തിൽ പെരുമാറുക എന്നുള്ളതാണ് അവധാനത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട്, മനുഷ്യന്റെ പ്രകൃതവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ അംബിയ 37-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. തീർച്ചയായും മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് ധൃതി കൂട്ടുന്നവനായിക്കൊണ്ടാണ്. ധൃതി കൂട്ടുക എന്നുള്ളത് മനുഷ്യ പ്രകൃതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഫലാ തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി പിടിക്കാതെ സാവകാശം ആയിരിക്കണം കടന്നു വരേണ്ടത്, എന്നിലേക്ക് ധൃതി കൂട്ടി വരരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ധൃതി അത് പല അപകടങ്ങളും സൃഷ്ടിക്കുമെന്നുള്ളതാണ്. ധൃതി വിവേകത്തെ നഷ്ടപ്പെടുത്തുമെന്നുള്ളതാണ്. അത് പല നിലക്കും നമുക്ക് ദുഃഖങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത്തഅനി മിനല്ലാഹ് വൽ അജ്ലി മിനശ് ശൈത്താൻ. സാവകാശം, എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള, എല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള അവധാനതയിലുള്ള കാര്യങ്ങൾ അത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. വൽ അജ്ലതു മിനശ് ശൈത്താൻ, ധൃതിയാകട്ടെ അത് പിശാചിൽ നിന്നുള്ളതാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ധൃതി പല നിലക്കും പല ദുഃഖങ്ങളും നമ്മിലേക്ക് കൊണ്ടുവരും. ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ധൃതി പിടിച്ച് തീരുമാനങ്ങൾ പറയുമ്പോൾ, ധൃതി പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ആളുകളുമായി കൊണ്ട് പല നിലക്കും ധൃതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ പിന്നീട് അതിനെക്കുറിച്ചോർത്ത് പല നിലക്കും വേണ്ടില്ലായിരുന്നു, ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്ന ദുഃഖം മനുഷ്യരിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് അറബികളിൽ ചൊല്ലുന്നൊരു വാക്യമുണ്ട്, ധൃതി എന്ന് പറയുന്നത് ഉമ്മുനിധാമയാണ്. അത് എല്ലാ ദുഃഖങ്ങളുടെയും, എല്ലാ സങ്കടങ്ങളുടെയും, എല്ലാ പ്രയാസങ്ങളുടെയും, എല്ലാ പ്രശ്നങ്ങളുടെയും മാതാവാകുന്നു ധൃതി എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. ധൃതി അത്തരത്തിലുള്ള ഓരോന്നും നമുക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അത് എല്ലാ കാര്യത്തിലും നമ്മൾ അവധാനത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഭൗതികവും ആത്മീയമായ കാര്യങ്ങളായാലും, നമ്മുടെ പാരത്രികമായ കാര്യമായാലും, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദുന്യവിയായ കാര്യങ്ങളായാലും എല്ലാറ്റിലും ഒരു സാവകാശം, ഒരു അവധാനത, കാര്യങ്ങൾ മനസ്സിലാക്കി വിവേകത്തോടു കൂടിയുള്ളൊരു പെരുമാറ്റം വിശ്വാസിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന് വഹി ലഭിക്കുമ്പോൾ ആ വഹി ലഭിച്ച വചനങ്ങൾ എളുപ്പം മനസ്സിലാക്കുവാനും എളുപ്പം മനഃപ്പാടമാക്കുവാനും പെട്ടെന്ന് അത് ചെയ്തു തീർക്കുവാനും മറന്നു പോകുമോ എന്നുള്ള ഭയത്തിൽ പെട്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവുകൾ ചലിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ഓതിയ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി കൊണ്ട് പറഞ്ഞു, ലാ തുഹർരിക് ബിഹി ലിസാനക് ലിതഅജൽ ബിഹി. നീ ധൃതി പിടിച്ചുകൊണ്ട് ഹൃദ്യസ്ഥമാക്കുവാൻ, ധൃതി പിടിച്ചുകൊണ്ട് നാവുകളെ നീ ചലിപ്പിക്കേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. തീർച്ചയായും ഈ ഖുർആനിന്റെ സമാഹരണവും അതേപോലെ അത് ഓതിത്തരലും അത് അള്ളാഹുവിൻ്റെ നമ്മുടെ ബാധ്യതയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ട് മനസ്സിലാക്കി പെട്ടെന്ന് മറന്നു പോകുമോ എന്നുള്ള ഭയത്തിൽ പ്രവാചകൻ ധൃതി പിടിച്ചുകൊണ്ട് നാവുകൾ ചലിപ്പിച്ചപ്പോൾ ധൃതി പിടിക്കണ്ട, സാവകാശം, അതിൻ്റെ അക്ഷരങ്ങളൊക്കെ സ്ഫുടമായി അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി വേണം അത് പാരായണം ചെയ്യുവാനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ആരാധനകളെല്ലാം അതിലെല്ലാം അവധാനതയുണ്ടാകണമെന്നാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഉണർത്തുന്നത്. അതിലെല്ലാം ഒരു സാവകാശം ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസർ നമസ്കാരം അത് ഖളായി പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതിന്റെ സമയം കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓർമ്മ വന്ന് തന്റെ സ്വഹാബികളോട് നമസ്കരിക്കുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ പല സ്വഹാബികളും ധൃതി പിടിച്ചുകൊണ്ട് വുളു എടുത്തു വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ നേരത്ത് പ്രവാചകൻ പറയുന്നു, വഇലുൻ ലിൽ അഖാബി മിനൻ നാർ, വഇലുൻ ലിൽ അഖാബി മിനൻ നാർ, നരകാഗ്നിയുടെ കണങ്കാലുകൾക്ക് നാശമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ധൃതി പിടിച്ച് വുളു എടുത്തു വരുന്നതിൻ്റെ ഇടയിൽ കണങ്കാലുകൾ കൃത്യമായിട്ട്, നരിയാണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് കഴുകാൻ, വൃത്തിയാക്കുവാൻ പല ആളുകളും ആ ധൃതിയിൽ അങ്ങോട്ട് മറന്നുപോയി പെട്ടെന്ന് വെള്ളമൊഴിച്ച് വരുന്ന കാഴ്ച കണ്ടപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. ഇനി നമ്മൾ നമ്മുടെ വുളുയിലേക്ക് ആലോചിക്കുക, ചിന്തിക്കുക. നമ്മൾ വുളു എടുക്കുമ്പോൾ ആ വുളു എടുക്കുന്ന സമയത്ത് ധൃതി പിടിച്ച് പൈപ്പ് തുറന്നിട്ട് വെള്ളം ഇങ്ങനെ തുടരെ തുടരെ പോകുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ ധൃതി പിടിച്ചുകൊണ്ടാണോ നമ്മൾ വുളു എടുക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. കൃത്യമായി കൈകൾ കഴുകി ആ കൈയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം കൊണ്ടുപോയി അവിടെയെല്ലാം കൃത്യമായി നനഞ്ഞ്, താടിരോമങ്ങളൊക്കെ കൃത്യമായി നനഞ്ഞ്, മുടി കൃത്യമായി തടവി, ചെവി അത് കഴുകേണ്ട രൂപത്തിൽ അതിന്റെ ഉൾഭാഗങ്ങളും പുറം ഭാഗവും കൃത്യമായി വുളുവിന്റെ വെള്ളമെത്തുന്ന രൂപത്തിൽ നനഞ്ഞ്, കാലുകൾ അതിന്റെ വിരലുകൾക്കിടയിലൂടെ കൈകൾ ഓടിച്ച് ആ വിരലുകൾക്കിടയിൽ കൃത്യമായി നനഞ്ഞ് വൃത്തിയായി ശുദ്ധിയായി ആ രൂപത്തിൽ വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി അതല്ലെങ്കിൽ പൂർണ്ണമായി വുളുവോടുകൂടി നമസ്കരിക്കാറുണ്ടോ എന്നുള്ളത്, വുളു ചെയ്യാറുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം നമ്മളിലേക്ക് ആലോചിക്കേണ്ട കാര്യമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുമ്പോൾ അപ്രകാരം ശ്രദ്ധിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടു. വുളു മാത്രമല്ല, നമസ്കാരവും അപ്രകാരം അവധാനതയിലായിരിക്കണം ആ നമസ്കാരവും നമ്മൾ നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ആ നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നമസ്കാരത്തിൽ ആ നമസ്കരിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ആരോ ധൃതി പിടിച്ചുകൊണ്ട് ചില ആളുകൾ അല്ലെങ്കിൽ ചില ആളുകൾ വേഗത്തിൽ നടക്കുന്ന ശബ്ദം കേട്ടുവല്ലോ, എന്താണ് എന്ന്. അപ്പോ സ്വഹാബ പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, നമസ്കാരം ആരംഭിച്ചു, ആ നമസ്കാരത്തിന്റെ റക്അത്തുകൾ കിട്ടുവാൻ, കൃത്യമായി നമസ്കാരം കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ ധൃതി പിടിച്ച് നടന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബയുടെ മറുപടി. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅലൈക്കും ബിസ്സക്കീന, വഅലൈക്കും ബിസ്സക്കീന, സാവകാശത്തിൽ സമാധാനത്തിലാണ്, അതാണ് നിങ്ങൾ അപ്രകാരമാണ് നമസ്കാരത്തെ സമീപിക്കേണ്ടത്, നമസ്കാരത്തിലേക്ക് അപ്രകാരമാണ് കടന്നു വരേണ്ടത്. നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ നമസ്കരിക്കുകയും ലഭിക്കാത്തത് പിന്നീട് പൂർത്തിയാക്കുകയും ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് ഫാത്തിഹയിലൂടെ, സൂറത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ധൃതി പിടിച്ച് കിതച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് കടന്നു വരാറുണ്ടോ എന്ന് നാം ആലോചിക്കും. കിതച്ചുകൊണ്ട് നമ്മൾ കടന്നു വരുമ്പോൾ ആ കിതപ്പ് മാറ്റാനാണ് നമുക്ക് നേരമുണ്ടാകുക. നമ്മൾ പറയുന്ന ദിക്റുകളും ചൊല്ലുന്ന സൂറത്തുകളും അതൊന്നും നമ്മുടെ കൃത്യമായിട്ട് ചൊല്ലാൻ, അതിൻ്റെ അക്ഷരങ്ങൾ സ്ഫുടമായി ചൊല്ലുവാൻ നമുക്ക് ആ കിതപ്പിനിടയിൽ സാധിച്ചെന്ന് വരില്ല. അത് നമ്മുടെ നമസ്കാരത്തെ ബാധിക്കുമെന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മൾ ധൃതി പിടിച്ചൊരിക്കലും കടന്നു വരും, സാധാരണ നിലയിൽ കടന്നു വരുന്ന രൂപത്തിൽ ഒരൽപ്പം വേഗം കൂട്ടി എന്ന് വെച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ കിതക്കുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തെ തെറ്റിച്ച് കളയുന്ന രൂപത്തിൽ, നമ്മുടെ നമസ്കാരത്തിൽ ദിക്റുകൾക്ക് അശ്രദ്ധയുണ്ടാകുന്ന തരത്തിലുള്ള കിതപ്പുകൾ ഉണ്ടാകുന്ന തരത്തിൽ ഓടിപ്പിടച്ച് കിതച്ച് വരേണ്ട ആവശ്യമില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. അങ്ങനെ ഒരിക്കലും വരരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബികളെ ഉണർത്തുകയാണ്. ഒരിക്കൽ പ്രവാചകന്റെ സന്നിധിയിൽ ഒരാൾ നമസ്കരിക്കുന്നു.
അയാൾ നമസ്കരിച്ചു കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്നു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങിപ്പോവുക, വീണ്ടും നമസ്കരിക്കുക, നിങ്ങൾ നമസ്കരിച്ചിട്ടില്ല. അയാൾ വീണ്ടും പോയി ഉളുവെടുക്കുന്നു, നമസ്കരിക്കുന്നു. അങ്ങനെ ആ വട്ടവും സലാം വീട്ടിയതിനു ശേഷം വീണ്ടും പ്രവാചകൻ ഇത് തന്നെ ആവർത്തിക്കുന്നു. അങ്ങനെ 3 വട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി നമസ്കരിക്കുവാൻ അയാളോട് ആവശ്യപ്പെടുകയാണ്. ആ നേരത്ത് അയാൾ ദേഷ്യപ്പെടുകയോ അതല്ലെങ്കിൽ പ്രവാചകനോട് കയർക്കുകയോ, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കയർക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രവാചകനെ മുഷിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ ചെയ്തില്ല. പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം 3 വട്ടവും കൃത്യമായി നമസ്കരിച്ചു എന്നുള്ളത് നമ്മൾ ഇതിലൂടെ ചേർത്ത് വായിക്കണം. എന്നിട്ട് അയാൾ പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, എന്താണ് എൻ്റെ നമസ്കാരത്തിലെ പിഴവ്, എന്താണ് എൻ്റെ നമസ്കാരത്തിന് സംഭവിച്ച തെറ്റ്, അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് ആ സ്വഹാബി ആവശ്യപ്പെടുന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുന്നു, നീ നമസ്കരിക്കാൻ വിചാരിച്ചാൽ, നമസ്കരിക്കാൻ നിന്നാൽ ആദ്യം ഉളു കൃത്യമായിട്ട്, ഉളുവിന്റെ ശരീരങ്ങൾ നനയുന്ന വിധത്തിൽ കൃത്യമായിട്ട് ഉളു എടുക്കണം. അതിനുശേഷം നമസ്കാരത്തിന് വേണ്ടി കൃത്യമായി കിബിലക്ക് അഭിമുഖമായി നിൽക്കുകയും, കിബിലക്ക് അഭിമുഖമാണെന്ന് കൃത്യമായി ഉറപ്പുവരുത്തി നിൽക്കുകയും, എന്നിട്ട് തക്ബീർ ചൊല്ലുകയും, പിന്നീട് ഫാത്തിഹ പാരായണം ചെയ്യുകയും, ഖുർആനിൽ അറിയുന്ന വചനങ്ങൾ പിന്നീട് സൂറത്തുകൾ പിന്നീട് പാരായണം ചെയ്യുകയും, അങ്ങനെ റുക്കൂഇലേക്ക് പോകുകയും, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, തത്മഇന്ന റാക്കിഅ, ആ റുക്കൂഇൽ പോയിട്ട് ആ റുക്കൂഅ ചെയ്യുമ്പോൾ അവിടെ ആ റുക്കൂഇൽ കൃത്യമായി കുറച്ചു നേരം അവിടെ ആ ഒരു സാവകാശത്തിൽ ആ റുക്കൂഇന്റെ പൊസിഷനിൽ കൃത്യമായിട്ട് അതിൻ്റെ അവസ്ഥയിൽ കൃത്യമായിട്ട് നിൽക്കണം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തഅതദിലു ഖായിമ ഈതിദാലിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈതിദാലും അതേപോലെ നിൽക്കണം. അതേപോലെ തത്മഇന്ന സാജിദ, സുജൂദിലേക്ക് പോകുമ്പോൾ ആ സുജൂദിലും കൃത്യമായി ആ സുജൂദിന്റെ അവയവങ്ങൾ കൃത്യമായിട്ട് നിലത്ത് തട്ടി ആ രൂപത്തിൽ കൃത്യമായിട്ട് ആ സുജൂദിൽ സമയം ചെലവഴിച്ച് ആ സുജൂദിൽ കഴിയണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതായത് നമസ്കാരത്തിൽ അതൊക്കെ കൃത്യമായ വിധത്തിൽ, കൃത്യമായ രൂപത്തിൽ അത് ചെയ്യുകയും ആ രൂപത്തിൽ നമസ്കരിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും ധൃതി പിടിച്ചുകൊണ്ട് ജോലിയുടെ ഇടയിലോ മറ്റ് കാരണങ്ങളിലോ നമ്മൾ വരുമ്പോൾ നമ്മുടെ നമസ്കാരങ്ങൾ എങ്ങനെയാണ് എന്ന് ഞാനും നിങ്ങളും ആലോചിച്ച് നോക്കിയാൽ മതി. എങ്ങനെയാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മോഷ്ടാക്കൾ ആരാണെന്ന് അറിയാമോ? അവർ യുസ്റഖുസ്വലാത്ത്, അവർ അവരുടെ നമസ്കാരത്തെ മോഷ്ടിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. നമസ്കാരത്തിൽ മോഷണം നടത്തുന്ന ആളുകളാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമസ്കാരത്തിൽ മോഷണം നടത്തുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബ ചോദിക്കുന്നു, വകൈഫ യുസ്റിഖുസ്വലാത്ത്, എങ്ങനെയാണ് പ്രവാചകരെ നമസ്കാരത്തിൽ മോഷണം നടത്തുക? എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമസ്കാരത്തിൽ മോഷണം നടത്തുക എന്നുള്ളത് നമസ്കരിക്കുമ്പോൾ ആളുകളുടെ എന്തെങ്കിലുമൊക്കെ പള്ളിയിലുണ്ടെങ്കിൽ അത് മോഷ്ടിച്ചു പോവുക എന്നുള്ളതല്ല. നമസ്കാരത്തിൽ അതിൽ മോഷ്ടിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യതമന്ന റുകൂഅഹ വലാ സുജൂദഹ, കൃത്യമായിട്ട് റുകൂഅകളും സുജൂദുകളും ചെയ്യാതെ അതിനെയൊക്കെ ഒന്ന് വിഴുങ്ങി അതൊക്കെ ഒന്ന് ധൃതിയിൽ അതല്ലെങ്കിൽ കൃത്യമായി അതിൻ്റെ തമാനീനത്ത് പൂർത്തിയാക്കാതെ, അതിലുള്ള അവധാനത പൂർത്തിയാക്കാതെ, കൃത്യമായി അതിലൊന്നും ഒതുങ്ങി നിൽക്കാതെ പെട്ടെന്ന് വേഗത്തിൽ നമസ്കരിച്ചു പോകുകയും അങ്ങനെ റുകൂഅകളും സുജൂദുകളും മോഷ്ടിക്കുകയും ചെയ്യുന്നവരാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ മോഷ്ടാക്കളെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് ആലോചിക്കുകയും നമ്മുടെ നമസ്കാരത്തിൽ അവധാനത കൊണ്ടുവരികയും ചെയ്യുക. അതുപോലെ പ്രാർത്ഥനയിലും അവധാനത വിശ്വാസിക്ക് വേണം എന്നുള്ളതാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കുറേ പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ഫലമുണ്ടോ? ഫലസ്തീന് കണ്ടില്ലേ, നമ്മളെ പ്രശ്നങ്ങൾ കണ്ടില്ലേ, എത്ര പറഞ്ഞു, എന്തായി, ഒരു ഫലവുമില്ല എന്ന് നിരാശപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്.
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യസാലു യുസ്തജാബു ലിഅബ്ദി മാ ലം യദ്ഉ ബിസ്മിൻ ഔ ഖതിഅത്തിർ റഹിം. ഒരാൾ കുടുംബബന്ധം മുറിക്കലോ അതല്ലെങ്കിൽ അയാളിൽ മറ്റ് പാപങ്ങളോ ഇല്ല എങ്കിൽ അയാളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും, ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലം യസ്തഅജിൽ, അവൻ ധൃതി കൂട്ടുന്നില്ല എങ്കിൽ, അവൻ ധൃതി കൂട്ടാത്ത കാലത്തോളം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, എന്താണ് പ്രവാചകരെ, യാ റസൂലല്ലാഹ് മൽ ഇസ്തിഅജാൽ, എന്താണ് പ്രവാചകരെ ധൃതി കൂട്ടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖദ് ദഅഉതു വഖദ് ദഅഉതു ഫലം അറാ യസ്തജീബു ലി. അങ്ങനെ ഒരാൾ പറയുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു, ഒരുപാട് തവണ പ്രാർത്ഥിക്കുന്നു, പക്ഷേ എനിക്കുത്തരം ലഭിക്കുന്നില്ല എന്ന് പറയുകയും എന്നിട്ട് ആ പ്രാർത്ഥനയിൽ നിന്നും പിന്മാറിപ്പോവുകയും ചെയ്യുന്ന, ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് ധൃതി കൂട്ടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകന്മാരൊക്കെ കാലങ്ങളോളം പ്രാർത്ഥിച്ചു. അവർക്കൊക്കെ ഉത്തരം ലഭിച്ചത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. പക്ഷേ അവസാനം പ്രാർത്ഥിക്കുന്ന സമയത്തും ആ സമയത്ത് പോലും റബ്ബേ, നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്ന പ്രതീക്ഷയോടെയാണ് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത്. നമ്മൾ 1 വട്ടം 2 വട്ടം 3 വട്ടം കൂടിയാൽ ഒരു 5 വട്ടം, എന്നിട്ട് നമ്മൾ പറയുന്ന പ്രശ്നമാണ്, നമ്മൾ പറയുന്ന പരാതിയാണ്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നു പോവുകയോ അതല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ അലസത കാണിക്കുകയോ പ്രാർത്ഥിക്കൽ നമ്മൾ ഉപേക്ഷ വരുത്തുകയോ ചെയ്യുന്നവരാണ് നമ്മിൽ പലരും. നമുക്ക് പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്ന അങ്ങേയറ്റത്തെ ഉറപ്പും വിശ്വാസവും നമ്മളിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അയ്യൂബ് അലൈഹിസ്സലാം വേദനകൾ കടിച്ചമർത്തി, പരീക്ഷണങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വന്ന് ഓരോന്ന് നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ടു. വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു. ആടുമാടുകൾ ഏക്കർ കണക്കിന് വലിയ വിശാലമായ കൃഷിയുണ്ടായിരുന്ന, അത്രയും ഏക്കർ കണക്കിന് ആടുമാടുകൾ നിരന്നു നിന്നിരുന്ന അത്രയും വലിയ സമ്പന്നനായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാം. ഓരോ ദിവസവും നഷ്ടമായി. അവസാനം കൃഷി നശിച്ചു. മക്കൾ ഓരോന്നും 12 മക്കൾ ഉണ്ടായിരുന്ന അയ്യൂബ് അലൈഹിസ്സലാമക്ക് ഓരോ മക്കളും നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വർഷങ്ങളോളം തുടരെ പരീക്ഷണങ്ങളാണ്. ആ വർഷങ്ങളോളം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നീട് വർഷങ്ങളോളം വലിയ രോഗം പിടിപെടുന്നു. ശരീരത്തിൽ വ്രണങ്ങൾ ബാധിച്ച് രക്തവും ചലവും ഇങ്ങനെ ശരീരത്തിൽ നിന്ന് നിർഗളിച്ച്, അങ്ങനെയുള്ള അവസ്ഥയിൽ വർഷങ്ങളോളം അയ്യൂബ് അലൈഹിസ്സലാം കഴിഞ്ഞുകൂടുന്നു. റബ്ബിനോടുള്ള പ്രാർത്ഥനയിൽ മുടക്കം വരുത്തിയില്ല, പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അയ്യൂബ് അലൈഹിസ്സലാം ആ നേരത്ത് പോലും പ്രാർത്ഥിക്കുന്നത്, ഇന്നി മസ്സനി അദ്ദുർ, റബ്ബേ എനിക്കൊരു ദോഷം ബാധിച്ചിട്ടുണ്ട് റബ്ബേ, പക്ഷേ വഅൻത അർഹമുർ റഹീമീൻ, പക്ഷേ നീ കരുണ ചെയ്യുന്നവൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് നാഥ എന്ന് ആ റബ്ബിനോട് പറയുന്ന പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ. അങ്ങനെ ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയിൽ നമ്മൾ ഒരിക്കലും ധൃതി കാണിക്കരുത്. അവധാനതയും അതേപോലെ തന്നെ വിവേകവും, അത് രണ്ടും വിശ്വാസിയുടെ വലിയ ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നവയാണ്. അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. നാഥൻ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ വേഗതയുടെ കാലമാണെന്നും ആ വേഗതയിൽ ധൃതി പിടിച്ച് നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നും
പ്രത്യേകിച്ച് ആരാധനയുടെ കാര്യങ്ങൾ, അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. ധൃതി പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കരുത്, ആ പ്രാർത്ഥനയിൽ ധൃതി പാടില്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചു. നമ്മൾ ധൃതിയിൽ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും നേരിടുന്ന പെട്ടെന്നുള്ള പ്രശ്നത്തിൽ നമ്മൾ നമുക്കെതിരെ തന്നെ ചിലപ്പോൾ പ്രാർത്ഥിച്ചേക്കാം. എന്താണ് പണ്ടാരമടങ്ങാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമുക്കെതിരെ, അതല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലുമൊക്കെ വികൃതി കാണിക്കുമ്പോൾ മക്കൾക്കെതിരെ, ആ നേരത്തെ ദേഷ്യത്തിൽ മക്കൾക്കെതിരെ, അങ്ങനെ മക്കൾക്കെതിരെ, സ്വന്തത്തിനെതിരെ, സ്വന്തം സമ്പാദ്യത്തിനെതിരെയൊക്കെ പ്രാർത്ഥന ചിലപ്പോൾ നമ്മുടെ നാവിൽ വന്നു പോകാം. അങ്ങനെ വരരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലാ തദഉ അലാ അൻഫുസികും വലാ തദഉ അലാ ഔലാദികും വലാ തദഉ അലാ ഖദ്മികും വലാ തദഉ അലാ അംവാലികും. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്കെതിരെ, നിങ്ങളുടെ സ്വന്തത്തിനെതിരെ, നിങ്ങളുടെ സമ്പാദ്യത്തിനെതിരെ ഒന്നിനെതിരെയും നിങ്ങളുടെ ആയിട്ടുള്ള ഒന്നിനെതിരെയും നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ കാര്യമാണ് ലാ തുവാഫിഖു മിനല്ലാഹി സഅതുൻ നീലിൻ ഫീഹാ അസാഉൻ ഫയുസ്തജാബു ലക്കും. നിങ്ങൾക്കറിയില്ല ഏത് നേരത്താണ് പടച്ച റബ്ബ് പ്രാർത്ഥനക്കുത്തരം നൽകുക എന്ന്. നമ്മൾ നമുക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ, സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കുമ്പോൾ, ആ നേരത്തെങ്ങാനും പടച്ച റബ്ബ് ആ പ്രാർത്ഥനക്കുത്തരം ഉത്തരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. ധൃതി പിടിച്ച് നമ്മൾ അങ്ങനെ പലതും ധൃതിയിൽ, ദേഷ്യത്തിൽ, വിവേകമില്ലാതെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആ സമയത്ത് പടച്ച റബ്ബ് ഉത്തരം നൽകിയാൽ പിന്നെ ആ പ്രാർത്ഥന സ്ഥിരപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സംസാരിക്കുന്ന കാര്യങ്ങൾ, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ശ്രദ്ധയോടെ, അവധാനതയോടെ ആയിരിക്കണം എന്തും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇന്നിന്റെ കാലഘട്ടത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പല നിലക്കുമുള്ള വാർത്തകൾ വരും, പല നിലക്കുമുള്ള മെസ്സേജുകൾ വരും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്യും. എന്താണ് എന്ന് പോലും വായിച്ചു നോക്കാതെ ഇങ്ങനെ നമ്മൾ ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ധൃതിയിൽ ചെയ്യുന്നതാണ്. വേഗം എത്തിക്കണം, ന്യൂസ് എത്തിക്കണം എന്നുള്ള തിരക്കിൽ മരിക്കാത്ത എത്രയോ ആളുകളെ ഈ വാട്സപ്പ് മെസ്സേജുകൾ മരിപ്പിച്ചിട്ടുണ്ട്. എത്രയോ പഴക്കമുള്ള സഹായ അഭ്യർത്ഥനയുടെ വീഡിയോകൾ പുതിയ കാലങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതാണ് ഡേറ്റ് എന്ന് പോലും, തീയതി ഏതാണെന്ന് പോലും നോക്കാൻ തയ്യാറാകാതെ, അതുപോലും നോക്കാനുള്ള സമയമില്ലാതെ നമ്മളിങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ള പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ന മാസം വന്നാൽ ആദ്യം അറിയിച്ചാൽ അയാൾക്ക് ഇത്ര പ്രതിഫലമുണ്ട് എന്ന തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന പേരിൽ പല കളവുകളും പ്രചരിപ്പിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ സ്വീകാര്യത, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പോലും ചിന്തിക്കാനോ ആലോചിക്കാനോ തയ്യാറല്ല. അത് എനിക്കൊരാളിൽ നിന്ന് കിട്ടി, ഞാൻ അങ്ങനെ ഫോർവേഡ് ചെയ്തു എന്നുള്ളതാണ്. യാ അയ്യുഹല്ലസീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ അടുക്കലേക്ക് അധർമ്മകാരികൾ വല്ല വാർത്തയുമായി വന്നെത്തിയാൽ ഫതബയ്യനു, എന്താണ് അതിന്റെ വ്യക്തതയെന്ന് കൃത്യമായി വ്യക്തമാക്കി അന്വേഷിച്ചറിയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പല നിലക്കും പല ആളുകളെ കുറിച്ചും വ്യഭിചാരാരോപണവും മറ്റും മറിച്ചും രാഷ്ട്രീയമായും ഒക്കെയും പല നിലക്കുമുള്ള ആരോപണങ്ങൾ ഇങ്ങനെ കേട്ടതും കണ്ടതും വാട്സപ്പിലൂടെ, അതുപോലെ മെസ്സഞ്ചറിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ പല നിലക്കും നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് വസ്തുത എന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ബന്ധുക്കളോ ഒക്കെ എവിടെയെങ്കിലും വെച്ച്, ഏതെങ്കിലും വിദൂര സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടാൽ അതൊക്കെ ഞാൻ ആദ്യം അറിയിക്കണം എന്ന ധൃതിയിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേഗത്തിൽ നമ്മൾ ആ മെസ്സേജുകളൊക്കെ ഫാമിലി ഗ്രൂപ്പിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യും, അറിയിക്കും. ഈ അറിയിക്കുമ്പോൾ ഇതറിയാത്ത ആ മരണപ്പെട്ടയാളെ ഉമ്മയുണ്ടാകും, ഉപ്പയുണ്ടാകും, ഭാര്യയുണ്ടാകും, മക്കളുണ്ടാകും. അവർ ആ മെസ്സേജിലൂടെ അറിയുമ്പോഴുള്ള ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അനുഭവിച്ച പല ആളുകളും അത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മെസ്സേജുകളൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരു അവധാനത, ഒരു സാവകാശം, ഒരു വിവേകം വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ കാണിക്കണം. അത്തരത്തിൽ വിവേകവും അവധാനതയും
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പരിശീലിക്കുകയും ചെയ്യണം. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മെ വിവേകമുള്ളവരായി അവധാനതയുള്ളവരായി അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആ 2 ഗുണങ്ങളുടെയും ഉടമകളാക്കി നാഥൻ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു അറിയിപ്പുള്ളത്, കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഞായറാഴ്ച 28-ാം തീയതി ഞായറാഴ്ച 7 മണിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടമായ നാമമായ അർ-റഹ്മാൻ എന്ന വിഷയത്തിൽ ചുഴലി അബ്ദുള്ള മൗലവിയുടെ ഒരു പ്രോഗ്രാം ഇസ്തിഖാമ എന്ന പേരിൽ നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും കുടുംബസമേതം അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ നന്മകളും അവൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന പ്രവർത്തനമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ നിഖില മേഖലകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് നാഥ ഞങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ, എത്രയോ ആളുകൾ ബർസഖിന്റെ ലോകത്താണ് റബ്ബേ. നാളെ ഞങ്ങളും ആ ബർസഖിന്റെ ലോകത്തിലേക്ക് പോകാനുള്ളവരാണ് റബ്ബേ. ഞങ്ങൾ ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഇപ്പോൾ ബർസഖിന്റെ ലോകത്തുള്ളവർക്ക് അല്ലാഹുവേ നീ അവിടെ സ്വർഗം കാണിച്ചുകൊണ്ട് ആ ബർസഖിന്റെ ലോകം വിശാലമാക്കിക്കൊണ്ട് സന്തോഷത്തോപ്പാക്കി നീ അവരെ കിടത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളും അങ്ങോട്ട് യാത്ര തിരിക്കുമ്പോൾ അതുപോലെ ഞങ്ങളുടെ ബർസഖിന്റെ ലോകവും സന്തോഷത്തോപ്പാക്കി നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അർശിന്റെ തണൽ ലഭിക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. റബ്ബേ, വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ, ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. കൺകുളിർമയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. സന്താനങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ അവരുടെ സന്താനങ്ങളെ നീ സ്വാലിഹായ സന്താനങ്ങളായി മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. സന്താനങ്ങളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ദമ്പതികൾ, അവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. സാമ്പത്തികമായും പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ സമ്പത്തിൽ നീ ബർക്കത്തിന് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. നല്ല റിസ്ഖിനെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, മുസ്ലിമായതിൻ്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല നിലക്കും മാനസികവും ശാരീരികമായും പരീക്ഷണങ്ങൾ നേരിടുന്ന എത്രയോ ആളുകളുണ്ട് റബ്ബേ. എല്ലാം നീ കാണുന്നുണ്ട് റബ്ബേ, എല്ലാം നീ അറിയുന്നുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. എത്ര തന്നെ പരീക്ഷണങ്ങൾ നേരിട്ടാലും, എത്ര തന്നെ പരീക്ഷിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിൽ നിന്നും വ്യതിചലിക്കാത്തവരായി നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. മരണനേരം വരെ ആ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم انصر إخواننا المسلمين والمجاهدين في كل مكان. اللهم انصر إخوان المسلمين والمجاهدين في فلسطين. اللهم انصر إخوان المسلمين والمجاهدين في كل مكان. اللهم دمر أعداءنا أعداء الدين. اللهم حلك اليهود والمشركين. اللهم ألف بين قلوبنا وأصلح ذات بيننا. اللهم ألف بين قلوب المسلمين. اللهم ألف بين قلوب المجاهدين. اللهم ألف بين قلوبنا وأصلح ذات بيننا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين وسلام على المرسلين.